നമ്മൾ ഈ ആർസണലിൽ ഒരുപാട് പോയിന്റ് ലീഡ് ഉള്ളപ്പോഴും ആർസണലിൻ്റെ ഫാൻസ് പേടിക്കുകയും മറ്റ് ടീമുകളുടെ ഫാൻസ് പ്രതീക്ഷിക്കുകയും ചെയ്തൊരു കാര്യമാണ് ഈ ജനുവരി കഴിയുമ്പോൾ ആർസണലിനൊരു ഡിപ്പ് വരുന്നു, മാഞ്ചസ്റ്റർ സിറ്റി ആർസണലിനെ ഓവർടേക്ക് കാലക്രമേണ ഓവർടേക്ക് ചെയ്ത് പോകുന്നുള്ളത് എല്ലാവരും എന്താ പറയുക ഒരു പ്രതീക്ഷിച്ചതും ഇത് മുമ്പ് സംഭവിച്ചുകൊണ്ടായിരിക്കാം ആൾക്കാർ പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഏതാണ്ട് അതുപോലത്തെ ഒരു രീതിയിലേക്കാണ് ഈ ജനുവരി തുടങ്ങിയതിന് ശേഷം. ഇപ്പോൾ കഴിഞ്ഞ ആർസണലിൻ്റെ ഈ സ്പേഴ്സിന് മുമ്പുള്ള 8 കളിയിൽ 5 ഡ്രോ ആണ് വന്നത്, പിന്നെ യുണൈറ്റഡിനുള്ള തോൽവിയും. അപ്പം അത്രയും കംഫർട്ടബിളായിട്ടൊരു 8-9 പോയിന്റ് ലീഡുള്ളത് ഇന്ന് 2 പോയിൻ്റായി കുറഞ്ഞു. ഇന്ന് ടെക്നിക്കലി 5 പോയിന്റ് എന്ന് പറയുമെങ്കിലും ഒരു ഗെയിം സിറ്റിക്ക് കുറവാണ്. അപ്പോൾ ആ ഗെയിം ജയിച്ചാൽ വെറും 2 പോയിന്റിൻ്റെ ഡിഫറൻസിലേക്ക് വന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒരു സിറ്റി ആർസണൽ മാച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി സിറ്റിയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞ്, കാരണം ഇനി ആർസണലിൻ്റെ റിസൾട്ട് എന്തായാലും സിറ്റി ഇനിയുള്ള കളികൾ ജയിക്കുകയാണെങ്കിൽ ആർസണലിനെ ഓവർടേക്ക് ചെയ്യാം എന്നുള്ള നിലയിലേക്ക് നമ്മൾ പൊതുവേ എന്താ പറയുക, വി ഹാവ് സീൻ ദിസ് ബിഫോർ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റേജിൽ എത്തിയാൽ പിന്നെ ഇനി എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പ് കണ്ടത് വെച്ചിട്ട് സിറ്റി ആർസണലിനെ ഓവർടേക്ക് ചെയ്യേണ്ടതാണ്. കാരണം സിറ്റിക്കാണെങ്കിൽ ഈ പ്രീമിയർ ലീഗ് റേസ് വിൻ ചെയ്തുള്ള പരിചയവും ആർസണലിനാണെങ്കിൽ അടിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതൊരു മെൻറ്റാലിറ്റീൻ്റെ ഒക്കെ പ്രശ്നമാണ്. അപ്പം ഇത്രയും മോശം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് സിറ്റി ടീമുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര മോശമാണ് നമുക്ക് തോന്നുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ ഒരു ഫ്ലോയിൽ ഒരു പക്ഷേ ആർസണലിനെ സിറ്റി ഓവർടേക്ക് ചെയ്തേക്കാം.